അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ വന്നത്. കാര്യം വെളുപ്പിന് 5:30 ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ പുലർച്ചെ വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും പ്രസിനെയും കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പടത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ്. പടം പ്രശ്നമുള്ളത് അങ്ങനെയാണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്. കാര്യം തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണ്. അതെ, ആദ്യമേ അതിനുള്ള കാരണം 6 മണി വരെ നൈറ്റ് ഫുൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അത് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം 3 മണിക്കൂർ കഷ്ടി വരെ ഉറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം നേരെ വന്ന് നമ്മുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പോൾ ഇത്രയും ദിവസം കാര്യങ്ങൾ നമുക്കറിയാം. കാരണം ഒട്ടും പറ്റാത്ത രീതിയിലുള്ളൊരു ടൈറ്റ് അതിൻ്റെ ക്ലൈമാക്സിന് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനിടയിൽ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ ജസ്റ്റ് ഒഴിവാക്കി സംഭവം 2 ദിവസം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്നാലും കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകാചിത്രത്തിലാണെങ്കിലും ഇതിലാണെങ്കിൽ ഞാൻ 2 വേണ്ടി തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിലാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളിൽ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം അതിന് റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാളും ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ ഒന്നുകിൽ ഒരു ഫോളോ അപ്പ് പോലെ അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റോറിയ ബ്രേക്ക് ചെയ്തിട്ടൊരു കഥാപാത്രമാണല്ലോ ഒരു ആക്ഷൻ രംഗത്തിലേക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇൻ്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ എന്നധികം ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തിയേറ്ററിൽ നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും ഇപ്പോൾ ചെയ്യുന്ന പോലെ വലിയ വലിയ സിനിമകൾ ഇനി വരാൻ പോകുന്നു. നാളെ ഇപ്പോൾ വലിയ 2 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം തിയേറ്ററുകൾ ഇനി സ്ക്രീനുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടാവും. പ്രതീക്ഷയുണ്ടല്ലോ, പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്, മാക്സിമം ആൾക്കാരുടെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗമിക്കയുടെ ബേസിലേൻ്റെ എല്ലാവരും പടവും നാളെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇപ്പോൾ ബാലചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് അടുത്തുള്ള നമ്മൾക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ്, സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പടം കണ്ടാൽ നമുക്ക് അവരുടെ അടുത്ത് റിവ്യൂ ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി കഥ പറഞ്ഞപ്പോൾ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല. ചെയ്തു വന്നപ്പോൾ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ. കഥ പറഞ്ഞപ്പോൾ സാധാരണ കാണാനായിരുന്നു. രോമാഞ്ചം പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇനി ചെയ്യാണ്ട് ശ്രമിക്കാം. അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഡയറക്ടർ ആക്ടർ ആവാനാണ് ശ്രമിക്കുന്നത് ഒരു ലിമിറ്റ് വരെ. അപ്പോൾ അതിൽ ഇപ്പോൾ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ രീതി പിടിച്ച് നോക്കിയത്. മാക്സിമം അങ്ങനെ ആക്കാതെ നോക്കിയിട്ടുണ്ട്.
എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളൻ ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു സേഫ് സൈഡിനാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റിയ ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥതാണ്. അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് അത് ഞാനൊരു മനഃപൂർവ്വമല്ല. മനസ്സിലായില്ല. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ വാഴ, ജാനിമൻ ഇറങ്ങിയ സമയത്ത് കൊറോണയും കൂടിയായിരുന്നു, രോമാഞ്ചം. ഇപ്പൊ നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ല എന്ന് പറയണ്ട. പക്ഷെ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല. ഇതിലെ ഔട്ട്ഫിറ്റ്, ബോർഡ് ഔട്ട്ഫിറ്റ് പടം പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെൻഡായതാണ്. ഇതിന് മുന്നേ അത്തരത്തിലൊരു ഔട്ട്ഫിറ്റിൽ ഡീക്ക് ആണ് ചാർലിയിൽ വന്നത്. അപ്പം ഈ കോസ്റ്റ്യൂം വനിതയിലൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഔട്ട്ഫിറ്റിൽ ഒരു. അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ചെടുത്തിട്ട്. കാരണം ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡില്. അല്ല, പുള്ളി അതിന് പിന്നെ മാർക്കമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ കണ്ട് പിന്നെ നമ്മൾ കാണാതിരിക്കണം. അപ്പം ആ ട്രെൻഡിലേക്ക് തന്നെയായിരിക്കും. അപ്പം ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പം എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ? ഇതാണ് ഞാൻ ചോദിച്ചത്, വേണോ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അത് എന്റെ കാഴ്ചപ്പാടിൽ ആ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓവറാക്കി, ഓവറാക്കാൻ എന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതേപോലെ നമ്മുടെ മലയാള സിനിമയില് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ ഒരു കള്ളൻ കഥാപാത്രത്തിൽ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തരപ്പങ്കുതന്നെയായിരിക്കും. ഇതിലൊരു കള്ളനായിട്ടാണ്. അപ്പം ഏതെങ്കിലും റെഫറൻസ് വേറെ ഏതെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ബ്രോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടെയിലിൻ്റെ മാത്രം ഞാൻ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് മാത്രം പറഞ്ഞിട്ടുള്ള, അല്ലാണ്ട് വേറെ രീതിയിൽ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. പടം ഇറങ്ങിയതിന്റെ അന്ന് തൊണ്ട പറ്റി അശോകേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് അച്ചു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം കണ്ടുവന്ന രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ സിനിമകളെ പറ്റി, വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണോ സംസാരിക്കാറ്? എന്താണ് അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റി. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചിയും അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എൻ്റെ കൂടെ തന്നെ മറ്റേ ബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല പടം വന്നു കഴിയുമ്പോൾ. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവർ ആ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കഥാപാത്രങ്ങളായിരിക്കും എൻ്റെ മോളും. അച്ഛനെ ഹാപ്പി, അച്ഛൻ ഹാപ്പി, ഞാൻ ഹാപ്പി.